10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തുടർ പഠനം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 10ാം ക്ലാസ് വരെ മിക്കവാറും എല്ലാ വിഷയങ്ങളും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തൻ്റെ താല്പര്യത്തിനനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുവാനുള്ള അവസരം തുടർഘട്ടത്തിൽ ലഭിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വിദ്യാർത്ഥി എടുക്കേണ്ടിയിരിക്കുന്നു. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും മുന്തിയ പരിഗണന നൽകേണ്ടത് വിദ്യാർത്ഥിയുടെ അഭിരുചിക്കും താല്പര്യത്തിനും തന്നെയാണ്. ജന്മന ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന കഴിവുകളെ അഭിരുചി എന്ന് നമുക്ക് വേണമെങ്കിൽ നിർവചിക്കാം. അത് ഏറ്റവും കൂടുതൽ കണ്ടെത്താൻ പ്രാപ്തരായ രണ്ട് വ്യക്തികൾ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനും അമ്മയുമാണ്. കുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ കുട്ടിയോടൊപ്പം കഴിയുന്ന അച്ഛനും അമ്മയ്ക്കും കുട്ടി വളർന്നു വരുമ്പോൾ എന്ത് അഭിരുചികളാണ് ആ കുട്ടിയിലുള്ളത് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും മികച്ച ഒരു കോഴ്സ് നിർദ്ദേശിക്കുവാൻ രക്ഷിതാക്കൾക്ക് കഴിയേണ്ടതാണ്. താല്പര്യം എന്ന് പറയുമ്പോൾ ബാഹ്യമായ ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി രൂപപ്പെടാവുന്ന ഒന്നാണ്. അപ്പോൾ അഭിരുചി എന്ന് പറയുമ്പോൾ താല്പര്യവും തമ്മിലുള്ള വ്യത്യാസം വിദ്യാർത്ഥി മനസ്സിലാക്കണം. അഭിരുചിക്കനുസരിച്ച് താല്പര്യങ്ങൾ രൂപപ്പെടുത്തുവാൻ വിദ്യാർത്ഥി ശ്രമിക്കണം എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. സ്വയം ഒരു നടത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് തീർച്ചയായും തൻ്റെ അഭിരുചികളെക്കുറിച്ച് തിരിച്ചറിയുവാൻ പ്രാപ്തിയുണ്ടാകും. അങ്ങനെ തിരിച്ചറിവ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ശാസ്ത്രീയമായി ഇന്ന് അഭിരുചി തിരിച്ചറിയുവാനുള്ള ടെസ്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. ഒരു പരിധിവരെ ഈ ഒരു ശാസ്ത്രീയ ടെസ്റ്റുകളെ നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ ഒരു മികച്ച കോഴ്സ് വിദ്യാർത്ഥിക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ അഭിരുചിയും താല്പര്യവും തന്നെയാണ്. രണ്ടാമതായി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥി പരിഗണിക്കേണ്ട ഘടകം ആ കോഴ്സ് പഠിക്കുവാനുള്ള പ്രാപ്തി തനിക്കുണ്ടോ എന്നുള്ളതാണ്. ഒരു കോഴ്സ് പഠിക്കുവാൻ പ്രാപ്തി ഉണ്ടോ എന്ന് തിരിച്ചറിയുവാൻ വിദ്യാർത്ഥി ആ കോഴ്സിൻ്റെ പാഠ്യപദ്ധതി മനസ്സിലാക്കി തീരുമാനമെടുക്കണം. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരുടെ പാഠ്യപദ്ധതി പൊതുവേദികളിൽ അല്ലെങ്കിൽ പൊതു ഡൊമൈനിൽ ലഭ്യമാക്കാറുണ്ട്. അത് പരിശോധിച്ച് തനിക്ക് പഠിക്കുവാനുള്ള കഴിവ്, ആ സിലബസ് പഠിക്കുവാനുള്ള കഴിവ് ഉണ്ടോ എന്ന് വിദ്യാർത്ഥി ഒന്ന് പരിശോധിക്കുന്നത് തീർച്ചയായും നന്നായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കോഴ്സിൻ്റെ അംഗീകാരമാണ്. 3-4 വർഷം പഠിച്ച ശേഷം കോഴ്സിന് അംഗീകാരം ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ഒരു അവസ്ഥ വിദ്യാർത്ഥി മുൻകൂട്ടി ഒന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഓരോ കോഴ്സിനും അംഗീകാരം നൽകുന്ന നിയന്ത്രണ സമിതികൾ നമുക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ലഭ്യമാണ്. ഉദാഹരണത്തിന് MBBS പോലുള്ള കോഴ്സുകൾക്ക് അംഗീകാരം നൽകുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കുള്ള അംഗീകാരം നൽകുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. അതുപോലെ തന്നെ സർവകലാശാലകളും ഒക്കെ അവരുടെ കോഴ്സുകൾക്ക് അംഗീകാരം നൽകാറുണ്ട്. അപ്പോൾ ഒരു കോഴ്സിന് ചേരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമിതിയുടെ, നിയന്ത്രണ സമിതിയുടെ, അംഗീകൃത സമിതിയുടെ അംഗീകാരമുണ്ടോ എന്ന് തീർച്ചയായും വിദ്യാർത്ഥി പരിശോധിക്കണം. കാരണം കോഴ്സ് കഴിയുമ്പോൾ ഈ ഒരു വിവരം വിദ്യാർത്ഥിയെ തേടിയെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അംഗീകാരമില്ല എന്ന തിരിച്ചറിവ് കോഴ്സ് കഴിഞ്ഞ ശേഷമാണ് അറിയുന്നതെങ്കിൽ ഒരുപക്ഷെ 3-4 വർഷം വിദ്യാർത്ഥിക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഉന്നത പഠന സാധ്യതകൾ, അതിൻ്റെ ജോലി അവസരങ്ങൾ, അതുപോലെ തന്നെ അത് പൊതു സ്വഭാവമുള്ള ഒരു കോഴ്സാണോ, അതൊരു സ്പെഷ്യലൈസ്ഡ് കോഴ്സാണോ, ഒരു ഗവൺമെൻറ് മേഖലയിലാണോ വിദ്യാർത്ഥി തൊഴിൽ അന്വേഷിക്കുന്നത്, അതോ ഒരു സ്വകാര്യ മേഖലയിലാണോ തൊഴിൽ അന്വേഷിക്കുന്നത് എന്നീ ഘടകങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. പല പേരുകളും കേട്ട് വിദ്യാർത്ഥികൾ കോഴ്സുകളിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കാലേകൂട്ടി ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സ് പഠിക്കുമ്പോൾ ഒരുപക്ഷെ തുടർ പഠനത്തിന്
ചില പരിമിതികൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, കാലേകൂട്ടി ഒരു വിഷയത്തെക്കുറിച്ച് അഗാധമായി മനസ്സിലാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും കഴിയാറില്ല. അതുകൊണ്ട് ഒരു +2 വിദ്യാർത്ഥിയായാലും 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥിയായാലും ഒരു പൊതു സ്വഭാവമുള്ള ഒരു കോഴ്സ് പഠിച്ച് വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ശേഷം സവിശേഷ മേഖലകളിലെ പഠനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പലപ്പോഴും പൊതു സ്വഭാവമുള്ള ഒരു കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സവിശേഷ മേഖലകളിലേക്ക് തിരിയുവാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ തിരിച്ചാണെങ്കിൽ തുടക്കത്തിലെ ഒരു സവിശേഷ മേഖലാ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി പിന്നീട് പൊതു സ്വഭാവമുള്ള ഒരു കോഴ്സിനെ പഠിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ പലപ്പോഴും അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും തുടക്കത്തിൽ ഒരു പൊതു സ്വഭാവമുള്ള കോഴ്സ് പഠിച്ച ശേഷം സ്പെഷ്യലൈസേഷൻ കോഴ്സുകളെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും അല്പം കൂടി നല്ലത്. ഒരു സ്ഥാപനത്തിന് പരിഗണന കൊടുക്കണോ അതോ ഒരു കോഴ്സിന് പരിഗണന കൊടുക്കണോ എന്നതും വിദ്യാർത്ഥിയുടെ മുന്നിൽ വന്നേക്കാവുന്ന ഒരു പ്രശ്നമാണ്. തീർച്ചയായും തനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുക തന്നെയാണ് വിദ്യാർത്ഥി ചെയ്യേണ്ടത്. പക്ഷേ ആ കോഴ്സ് മികച്ച ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ദേശീയ തല സ്ഥാപനത്തിൽ പഠിക്കുവാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ സാധ്യതയെക്കുറിച്ച് വിദ്യാർത്ഥി അന്വേഷിക്കണം. കാരണം തുടർ പഠനത്തിൽ പോകുമ്പോഴും അതുപോലെ മറ്റൊരു സ്കോളർഷിപ്പിന് ഒക്കെ അപേക്ഷിക്കുമ്പോഴൊക്കെ തന്നെ പഠിച്ച സ്ഥാപനത്തിൻ്റെ നില അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള അതിൻ്റെ നിലവാരം തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയമായി മാറാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മിതമായ ഫീസിൽ പഠിക്കുവാനുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ലഭ്യമായ സ്കോളർഷിപ്പുകളെക്കുറിച്ചും സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നത് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ വിദ്യാർത്ഥിയെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോഴ്സിൻ്റെ കാലാവധിയും പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. വളരെ ദൈർഘ്യമില്ലാത്ത കോഴ്സുകൾ പഠിക്കുവാൻ താല്പര്യമുള്ളൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അത്തരം കോഴ്സുകളെക്കുറിച്ച് ചിന്തിക്കാം. ചില കോഴ്സുകൾക്ക് ഒരു +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ചില കോഴ്സുകൾ ഒരുപക്ഷെ 6 വർഷം വരെ നീണ്ടേക്കാം. 6 വർഷമൊക്കെ തുടർച്ചയായി ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു കോഴ്സിൽ കേന്ദ്രീകരിച്ച് പഠിക്കുവാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വിദ്യാർത്ഥി വളരെയധികം ശ്രദ്ധയോടുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ കോഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ താൻ തുടങ്ങിയത് എവിടെ നിന്നാണോ ആ നിലയിൽ വിദ്യാർത്ഥി നിൽക്കും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് കോഴ്സിൻ്റെ കാലാവധി വളരെ നിർണായകമായ ഒരു കാര്യമാണ് കോഴ്സ് തിരഞ്ഞെടുപ്പിൽ. ദീർഘകാലം പഠിക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഹ്രസ്വകാല കോഴ്സുകൾ ഇന്ന് നിരവധി ലഭ്യമാണ്. അതിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ടാകാം, ഡിപ്ലോമ കോഴ്സുകളുണ്ടാകാം. ഒരു ബിരുദമാണ് വിദ്യാർത്ഥി ലക്ഷ്യമിടുന്നതെങ്കിൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും ദൈർഘ്യമുള്ള ഒരു കോഴ്സിന് മാത്രമേ ഒരു ബിരുദത്തിൻ്റെ അംഗീകാരം ലഭിക്കുകയുള്ളൂ. സാധാരണ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു ബിരുദം എടുക്കുന്നത് തീർച്ചയായും ഉചിതമായ ഒരു തീരുമാനമായിരിക്കാം. അതുകൊണ്ട് കോഴ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി വിദ്യാർത്ഥി പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് പറ്റിയ കോഴ്സ് ഏതാണ്, പെൺകുട്ടികൾക്ക് പറ്റിയ കോഴ്സ് ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾ ചിന്തകളൊക്കെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസവും ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഏത് കോഴ്സും ആൺകുട്ടികൾക്കെന്ന പോലെ തന്നെ പെൺകുട്ടികൾക്കും അനുയോജ്യമാണ് എന്ന കാര്യം തിരിച്ചറിയുക. അത് പഠിക്കുവാൻ കഴിയുമോ എന്ന കാര്യം മാത്രം വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. അല്ലാതെ ആൺകുട്ടികൾക്ക് പറ്റിയ കോഴ്സെന്നോ പെൺകുട്ടികൾക്ക് പറ്റിയ കോഴ്സെന്നോ ഒന്നും ഒരു വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് പഠിക്കേണ്ട സാഹചര്യം ഇന്ന് നിലവിലില്ല. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതോ ദേശീയ തലത്തിലുള്ള സ്ഥാപനത്തിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുവാനാണോ ഉദ്ദേശിക്കുന്നത് എന്നതുപോലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് കാര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഘടകമാണ്. കാരണം ഓരോ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള ആവശ്യകതകൾ തുടക്കത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അതിനു മുമ്പുള്ള കോഴ്സിൻ്റെ കാലാവധി പോലും ചിലപ്പോൾ ഒരു പരിഗണനാ വിഷയമായി വന്നേക്കാം. ദേശീയ തല സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരുപക്ഷേ ഒരു പ്രവേശന പരീക്ഷ വഴി മാത്രമേ വിദ്യാർത്ഥിക്ക് അതിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ.
നമ്മുടെ സംസ്ഥാനത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുവാൻ താല്പര്യമുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരുപക്ഷേ പ്രവേശന പരീക്ഷ ഇല്ലാതെ തന്നെ തൻ്റെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഗ്രിക്ക് ചേരാം, അല്ലെങ്കിൽ ഡിഗ്രിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ PG തലത്തിൽ ചേരാൻ ഒക്കെയുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ആ ഘടകം പോലും വിദ്യാർത്ഥി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ കോഴ്സിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ട്രെൻഡി കോഴ്സുകൾക്ക് പുറകെ പോകാതിരിക്കുക. സമൂഹം ഒരു പ്രത്യേക കോഴ്സിന് ചില പരിഗണന നൽകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ കോഴ്സിൻ്റെ പുറകെ പോകാതെ ആ കോഴ്സ് തനിക്ക് പഠിക്കുവാൻ അനുയോജ്യമാണോ, തനിക്ക് ആ കോഴ്സ് പഠിക്കുവാനുള്ള അഭിരുചിയുണ്ടോ, തനിക്കതിനുള്ള താല്പര്യമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷം മാത്രമേ ട്രെൻഡി കോഴ്സുകളെക്കുറിച്ച് ചിന്തിക്കാവൂ. അപ്പം അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ, ചില വിഷയങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യത്തിൽ തൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി തീർച്ചയായും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് വളരെ മുന്തിയ പരിഗണന നൽകേണ്ടതുണ്ട്. അതിന് വ്യത്യസ്തമായ ഘടകങ്ങൾ പരിശോധിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ഒരു തൊഴിൽ മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും വർഷങ്ങളോളം അതിൽ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തപ്പെടുന്നത്. അത് സുരക്ഷിതമാക്കുവാൻ തീർച്ചയായിട്ടും കോഴ്സ് തിരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യം വിദ്യാർത്ഥികൾ നൽകേണ്ടിയിരിക്കുന്നു.